ഗ്ലോബലി അപ്രോക്സിമേറ്റ്ലി 141 രാജ്യങ്ങൾ അവരുടെ പൗരന്മാർക്ക് അവർ മറ്റു രാജ്യങ്ങളുടെ റെസിഡൻ്റ് ആണെങ്കിലും അവരുടെ വോട്ടിംഗ് റൈറ്റ്സ് ഉപയോഗിക്കുവാനുള്ള സംവിധാനങ്ങളുള്ളപ്പോൾ AI ടെക്നോളജി പോലും ഇത്രയും അഡ്വാൻസ് ആയ കാലത്ത് എന്തുകൊണ്ടാണ് ലോകത്തിലെ ഒന്നാമത്തെ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഡെമോക്രസി എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് അവരുടെ വോട്ടവകാശം ഉപയോഗിക്കുവാൻ കഴിയാത്തത്? ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഡെമോക്രസിയായി അറിയപ്പെടുന്ന അമേരിക്ക അവരുടെ പൗരന്മാർക്ക് ഫെഡറൽ പോസ്റ്റ് കാർഡ് ആപ്ലിക്കേഷൻ എന്ന വളരെ സിമ്പിളായ സംവിധാനത്തിലൂടെ ഓൺലൈനായോ എംബസികൾ മുഖാന്തരമോ ഇനി അല്ല എങ്കിൽ ഒരു ഇമെയിൽ വഴി പോലും വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭ്യമാക്കുമ്പോൾ എന്ത് കാരണം കൊണ്ടാണ് പ്രവാസി സമൂഹത്തിന് വോട്ടിംഗ് റൈറ്റ്സ് നൽകാത്തത്? നാളിതുവരെ ഏതെങ്കിലും ഒരു സുപ്രധാനമായ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ക്രിയാത്മകമായ ഒരു ഇടപെടലോ ആവശ്യമോ പ്രവാസികളുടെ വോട്ടിംഗ് റൈറ്റ്സിന് വേണ്ടി ഉയർന്നിട്ടുണ്ടോ? ഇത് വളരെ കൃത്യമായ ഒരു വിവേചനവും പ്രവാസികൾ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ടും നിങ്ങൾക്ക് തോന്നുന്നില്ലേ? 2010 റെപ്രസെൻറ്റേഷൻ ഓഫ് ദി പീപ്പിൾ അമെൻമെൻറ്റ് ആക്ട് കാരണമാണ് NRIകൾക്ക് സാങ്കേതികമായെങ്കിലും വോട്ടിംഗ് റൈറ്റ്സ് നൽകപ്പെട്ടത്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ന്യൂനത എന്ന് പറയുന്നത് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഇലക്ഷൻ സമയത്ത് ഫിസിക്കലി പ്രസൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അത് NRI കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രായോഗികമായിട്ടുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ തന്നെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പ്രവാസികളും അവരുടെ ഡിപ്പെൻഡൻസുമായി 4 മില്യൺ, അതായത് 40 ലക്ഷത്തോളം മലയാളികൾ ഇന്ത്യക്ക് വെളിയിലുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഈ 40 ലക്ഷത്തോളം വിദേശ മലയാളികളിൽ 1% താഴെ ആളുകൾക്ക് മാത്രമാണ് അവരുടെ സമ്മതിദാനാവകാശം അഥവാ വോട്ടിംഗ് റൈറ്റ്സ് ഉപയോഗിക്കുവാൻ കഴിയുന്നത്. എന്നാൽ SIR എന്ന പുതിയ പ്രോസസ്സിലൂടെ ആ 1% പ്രവാസികളുടെ വോട്ടിംഗ് റൈറ്റ്സ് പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. 2015 പ്രമുഖ വ്യവസായിയും പ്രവാസിയും EPS ഹെൽത്ത് കെയർ ഫൗണ്ടറുമായ ശ്രീ ഷംസീർ വയലിൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത റിട്ട് പെറ്റീഷനിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾസ് 14, 19, 21 പ്രകാരം ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ നഗ്നമായ ലംഘനമാണ് വോട്ടിംഗ് റൈറ്റ്സ് നിരോധിക്കുന്നതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുകയും സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനോടും ഗവൺമെൻറ്റിനോടും ഡ്യൂ എക്സിക്യൂട്ടീവ് പ്രോസസ്സിലൂടെ വോട്ടിംഗ് റൈറ്റ്സ് സാധ്യമാക്കുവാനുള്ള സാധ്യതകൾ തേടുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇതുവരെ ഇലക്ഷൻ കമ്മീഷനോ ഗവൺമെൻറ്റോ യാതൊരു നടപടിയും ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വോട്ടിംഗ് പവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രമാത്രം ശക്തമായ വെപ്പണാണെന്നറിയണമെങ്കിൽ ഇലക്ഷൻ സമയത്ത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഈർക്കിൽ പാർട്ടികളുടെയും സമുദായ സംഘടനകളുടെയും അനാവശ്യമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പല കാര്യങ്ങളും സാധ്യമാക്കി കൊടുക്കുന്നത് നമ്മൾ കാണുന്നതാണ്. ഒരു ഡെമോക്രസിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിൽ ചിന്താശക്തിയോടുകൂടി വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാകുമ്പോഴാണ്. അതായത് നോളജബിളായിട്ടുള്ള ഒരു സിവിക് സൊസൈറ്റി ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും നല്ല ഡെമോക്രസി പുലരുന്നത്. NRI അഥവാ NRK കമ്മ്യൂണിറ്റിക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ലഭ്യമായാൽ NRK സമൂഹം മുന്നോട്ട് വെക്കുന്ന നമ്മുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ അധികാരത്തിൽ എത്തിക്കുവാനുള്ള അസാധാരണമായ വോട്ടിംഗ് പവർ പ്രവാസികളിലേക്ക് എത്തിച്ചേരും. അത് സാധൂകരിക്കുന്നതാണ് ഇനി പറയുന്ന കണക്കുകൾ. 2016 അസംബ്ലി ഇലക്ഷനിൽ LDF അധികാരത്തിൽ വരുന്നത് 4.6% വോട്ടിംഗ് മെജോറിറ്റിയിലും 2021 വീണ്ടും LDF അധികാരത്തിൽ വരുന്നത് 5.9% വോട്ടിംഗ് മെജോറിറ്റിയിലുമാണ്. NRK കമ്മ്യൂണിറ്റിയുടെ പെർസെൻറ്റേജ് 11% കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇനി ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിനാരിയോ എടുത്താൽ NRK കമ്മ്യൂണിറ്റിയുടെ സുപ്രധാനമായ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താം എന്ന് രേഖാമൂലം ഉറപ്പു നൽകുന്ന ഒരു ഫണ്ടിന് വെദർ ഇറ്റ് ക്യാൻ ബി LDF ഓർ UDF വോട്ട് ചെയ്യണമെന്ന് NRK കമ്മ്യൂണിറ്റി തീരുമാനിക്കുകയും NRK കമ്മ്യൂണിറ്റിയുടെ 60% പേരെങ്കിലും ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഫേവറബിളായി വോട്ട് ചെയ്താൽ അതുമാത്രം 6% മുതൽ 7% വരെ വോട്ടിംഗ് പെർസെൻറ്റേജ് ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ പ്രവാസികളായ നമ്മൾ തീരുമാനിക്കും ഏത് ഗവൺമെൻറ്റാണ് അധികാരത്തിൽ വരേണ്ടതെന്ന്. അതായത് പ്രവാസികൾക്ക് വോട്ടിംഗ് റൈറ്റ് സാധ്യമാവുകയാണെങ്കിൽ സാധാരണക്കാരായ പ്രവാസികൾ ഇന്ന് അനുഭവിക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ നമ്മളെ ഇഗ്നോർ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകും എന്നുള്ളതാണ്. നിങ്ങൾ എത്ര പേർ ഇതിനോട് യോജിക്കുന്നു എന്നെനിക്കറിയില്ല. എങ്കിലും NRK നാവിഗേറ്റർ എന്ന ഈ മൂവ്മെൻറ്റ് പ്രവാസികളുടെ കേൾക്കാത്ത ശബ്ദത്തെ കേൾക്കേണ്ടവർ ശരിയായ രീതിയിൽ കേൾക്കുവാനുള്ള ഒരു വലിയ ഇനിഷ്യേറ്റീവാണ്. ഇതൊരു യുക്തിസഹവും ഡിമാൻഡിങ്ങുമായ സബ്ജക്റ്റാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ പ്ലീസ് ഫോർവേഡ് യുവർ ഫെലോ NRKs.